തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ? മുതലപ്പുഴയിൽ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ട്, അതൊക്കെ കണക്കിലെടുക്കണമെന്ന് നിരവധി തവണയായി ആവർത്തിച്ച മത്സ്യത്തൊഴിലാളികളൊക്കെ ആവശ്യപ്പെടുന്നതുമാണ്. ഈ അപകടം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ 6 മണിക്കാണ്. അത് മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ ഒരു ചെറിയ ബോട്ട്, അതിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. 3 പേരും നീന്തി രക്ഷപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ഈ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പരിക്കുകളില്ല, അവർ നീന്തി കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മോത്തി സൂചിപ്പിച്ചതുപോലെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വള്ളങ്ങൾ മറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു 5 സ്വദേശിയുടെ വള്ളം മറിഞ്ഞ് വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആ വെള്ളം രക്ഷിക്കാൻ പോയ മറ്റൊരു വെള്ളവും ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടും രക്ഷിക്കാൻ പോയ ഘട്ടത്തിൽ തന്നെ അപകടത്തിൽപ്പെടുന്ന വാർത്തയും നമ്മൾ പിന്നാലെ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ മുതലപ്പുഴയിൽ നിരന്തരം അപകടം ഉണ്ടാവുകയാണ്. വലിയ തിരമാലകൾ, നമ്മൾ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്തെ ഈ തീരപ്രദേശങ്ങളിലെ വലിയ തിരമാലകൾ ഉണ്ടാകുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടമാണ്. കേരള തീരത്തുള്ള തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മോത്തി.